നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. മെസ്സിയുടെ ഇഞ്ചുറി തന്നെയാണ് ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കും. ഏതായാലും വേൾഡ് കപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ കളിക്കളത്തിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. ഫിലാഡൽഫിയക്കെതിരെയുള്ള ഇന്റർ മയാമിയുടെ മത്സരത്തിൻ്റെ 73-ാമത്തെ മിനിറ്റിലാണ് ഹാംസ്ട്രിങ്ങിന് ഡിസ്കംഫർട്ട് അനുഭവപ്പെട്ട താരം കളിക്കളം വിട്ടത്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാൻ പക്ഷേ ഇന്റർ മയാമിയുടെ കോച്ച് ഹൊയോസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തയ്യാറായില്ല. അദ്ദേഹം വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടില്ല, മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, മെസ്സിക്ക് ക്ഷീണമാണ്, ഫാറ്റിക്കാണ്, അതുകൊണ്ട് പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞു പോവുകയാണ് ചെയ്തത്. വെറും 5 മിനിറ്റ് മാത്രമാണ് അയാളുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നത്. ഇത്തരം ഒരു വിഷയത്തിൽ കൂടുതൽ ട്രാൻസ്പെറൻസി ആരാധകർ ആഗ്രഹിക്കുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ഏതായാലും ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സോഴ്സിൽ നിന്ന് മെസ്സിയുടെ പരിക്കിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഗാസ് നെഡൂലിൻ്റെ റിപ്പോർട്ടാണ്. TYC സ്പോർട്സിൻ്റെ നമുക്ക് അർജൻറ്റീനയിലെ ഏറ്റവും വിശ്വസിക്കാവുന്ന സോഴ്സുകളിലൊന്ന് ഗാസ് നെഡൂലിൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത് ലയണൽ മെസ്സി അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ വാങ്ങിയതാണ്. അതൊരു പ്രിക്കോഷൻ എന്ന രൂപത്തിലാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഹാംസ്ട്രിങ്ങിന് ചെറിയ വലിവ് അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ ഹാംസ്ട്രിങ് ടൈറ്റൻഡ് അപ്പ് ആയപ്പോൾ ഒരു മുൻകരുതൽ എന്ന രൂപത്തിൽ ലയണൽ മെസ്സി സ്വയം ആവശ്യപ്പെട്ട് കളിക്കളം വിട്ടതാണ്. അല്ലാതെ ഹി ഹാസ് നോ മസിൽ ഇഞ്ചുറി. ഇപ്പോൾ മസിൽ ഇഞ്ചുറി ഒന്നുമില്ല. ഹാംസ്ട്രിങ് ടൈറ്റായി ശരിയാണ്, പക്ഷേ മസിൽ ഇഞ്ചുറി ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ ലോഡ് വന്ന് ഒരു റിസ്ക് എടുക്കണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് മെസ്സി കളിക്കളം വിട്ടതാണ്. ഇപ്പോൾ പരിക്കിൻ്റെ വിഷയങ്ങളില്ല എന്നുള്ള ആശ്വാസവാക്കാണ് ഏതായാലും ഗാസ് നെഡൂലിൻ്റെ റിപ്പോർട്ടിലുള്ളത്. അത് ആരാധകർക്ക് ഒരു ആശ്വാസം തന്നെ പകരുന്നുണ്ട്. അതേസമയം മെഡിക്കൽ റിപ്പോർട്ട് പിന്നാലെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഇന്ന് ഹോയസ് പറഞ്ഞത്, മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന്. മെഡിക്കൽ റിപ്പോർട്ട് വരുമ്പോൾ കാര്യങ്ങൾ പ്രശ്നമില്ല എന്ന് തന്നെയായിരിക്കും എന്നുള്ളതാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഗാസ് നെഡൂലിൻ്റെ ആ ഒരു റിപ്പോർട്ട് നമുക്ക് വിശ്വസിക്കാം. അതനുസരിച്ച് മെസ്സിക്ക് ഹാംസ്ട്രിങ് ഇഞ്ചുറി ഇല്ല, മസിൽ ഇഞ്ചുറി ഒന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ഡിസ്കംഫർട്ട് അനുഭവപ്പെട്ടു, ഹാംസ്ട്രിങ് ടൈറ്റൻഡ് അപ്പ് ആയി. അപ്പോൾ ആ ഘട്ടത്തിൽ ഒരു പ്രിക്കോഷൻ, മുൻകരുതൽ എന്ന രൂപത്തിൽ കളിക്കളം വിട്ടതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.